ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആ ക്ലാസിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ നിർത്തിയത്? യങ് ഫാർമേഴ്സ് ക്ലബ്ബ്, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യങ് ഫാർമേഴ്സ് ക്ലബ്ബ് ഏത് രാജ്യത്താണ് ഓർഗനൈസ് ചെയ്തത്? എവിടെയാണ് ഓർഗനൈസ്ഡ്? ഇൻ ഡെൻമാർക്ക് ആണ്. ഇനി നമ്മൾ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മേഖലയിലേക്ക് വരുമ്പോൾ, വായ്പാ സഹകരണ സംഘങ്ങളുടെ മേഖലയിലേക്ക് വരുമ്പോൾ, the credit association began to be organized in Denmark in the year. ക്രെഡിറ്റ് അസോസിയേഷൻ ഏത് വർഷമാണ് ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങിയത്? 1850-ലാണ്. The credit association began to be organized in Denmark in the year. ഏതാ വർഷം? 1850. The credit associations began to be organized in Denmark in the year. ഏതാണ് വർഷം? 1850. Okay, these associations were set upon. അതായത് ഡെൻമാർക്കിലെ ക്രെഡിറ്റ് അസോസിയേഷൻ ഏത് മാതൃകയിലാണ് ആരംഭിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്, these associations were set upon Prussian Landschaften model. Prussian Landschaften മോഡലിലാണ്, Prussian Landschaften മോഡലിലാണ് എന്ത് ആരംഭിച്ചത്? ക്രെഡിറ്റ് അസോസിയേഷൻ 1850 ഡെൻമാർക്കിൽ ആരംഭിച്ചത്. പ്രഷ്യൻ ലാൻഡ്ഷാഫ്റ്റൻ മോഡൽ. ഇനി പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1925 in 1925 കോപ്പറേറ്റീവ് ബാങ്ക് കോൾഡ് ആൻഡൽസ്ബാങ്കൻ. ഓർത്തു വെച്ചേക്കണം, 1925 1925 വർഷം ഇമ്പോർട്ടന്റ് ആണ്. കോപ്പറേറ്റീവ് ബാങ്ക് കോൾഡ് ആൻഡൽസ്ബാങ്കൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡെൻമാർക്ക്. അപ്പൊ ആൻഡൽസ്ബാങ്കൻ ഏത് രാജ്യത്താണ്? ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡെൻമാർക്ക് ആണ്. ആൻഡൽസ്ബാങ്കൻ ഏതാണ് രാജ്യം? ഡെൻമാർക്കിലാണ്. ഓക്കെ, വൺ മാൻ വൺ വോട്ട്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, നോ ബോണസ് പേയ്മെന്റ് ടു ദ കസ്റ്റമേഴ്സ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ബാങ്ക്. ഈ ആൻഡൽസ്ബാങ്കിന്റെ ഫീച്ചർ ഏതൊക്കെയാണ്? വൺ മാൻ വൺ വോട്ട് ആണ്, അതാണ് ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡേ കൊടുത്തിരുന്നുള്ളൂ, ബോണസ് കസ്റ്റമേഴ്സിന് നൽകിയിരുന്നില്ല. ഇതൊക്കെയാണ് ഏത് ബാങ്കിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ആൻഡൽസ്ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എന്താണ്? വൺ മാൻ വൺ വോട്ട്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, നോ ബോണസ് പേയ്മെന്റ് ടു കസ്റ്റമർ. അതാണ് ഇത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഏതാണ്? ആൻഡൽസ്ബാങ്കൻ. ആൻഡൽസ്ബാങ്കൻ വർഷം ഏതാണ്? ആൻഡൽസ്ബാങ്കൻ വർഷം 1925. ആ വർഷം ഓർത്ത് വെച്ചേക്കണം, 1925. ഓക്കെ, ഇറ്റ് വാസ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. ഈ ആൻഡൽസ്ബാങ്കൻ ഏത് ആക്ടും പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്? ഇറ്റ് വാസ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ടും പ്രകാരമാണ്, നോട്ട് കോപ്പറേറ്റീവ് ആക്ട്. കമ്പനീസ് ആക്ടും പ്രകാരമാണ് ആൻഡൽസ്ബാങ്കൻ രജിസ്റ്റർ ചെയ്തത്. ലോൺസ് നൽകി ഈ ആൻഡൽസ്ബാങ്കൻ ലോൺസ് നൽകിയിരുന്നത് ആർ അഡ്വാൻസ്ഡ് ഓൺലി ഫോർ ഷോർട്ടർ പീരീഡ്. ഹ്രസ്വകാല വായ്പയാണ് നൽകിയിരുന്നത്. അപ് ടു 2 ഇയർ, 2 വർഷം വരെ കാലാവധി വരുന്ന ഹ്രസ്വകാല വായ്പകളാണ് ഏത് വഴി നൽകിയിരുന്നത്? ആൻഡൽസ്ബാങ്കൻ വഴി നൽകിയിരുന്നത് ഹ്രസ്വകാല വായ്പകൾ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ലോണിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8 മുതൽ 10% വരെയാണ്. 8% മുതൽ 10% വരെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ലോണിന്റെ പലിശ നിരക്ക്. അതുപോലെ തന്നെ ലോൺസ് ആർ അഡ്വാൻസ്ഡ് ഓൺലി ഇൻ ദ ഷേപ്പ് ഓഫ് ഓവർ ഡ്രാഫ്റ്റ് ഡെപ്പോസിറ്റേഴ്സ്. ഡെപ്പോസിറ്റേഴ്സിന് ഓവർ ഡ്രാഫ്റ്റ് എന്ന രീതിയിലാണ്, ഡെപ്പോസിറ്റേഴ്സിന് ഓവർ ഡ്രാഫ്റ്റ് എന്ന രീതിയിലാണ് എന്ത് നൽകിയിരുന്നത്? ലോൺ നൽകിയിരുന്നത്. ഇതൊക്കെ ആൻഡൽസ്ബാങ്കിന്റെ ഫീച്ചേഴ്സ് പഠിക്കുവാണ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? വോട്ടിംഗ് സംവിധാനം എങ്ങനെയാണ്? അതുപോലെ തന്നെ ലോൺസ് എത്ര നാളത്തേക്കാണ് കൊടുത്തിരുന്നത്? അതുപോലെ തന്നെ ലോൺ എങ്ങനെയാണ് മെമ്പേഴ്സിന് കൊടുത്തത്? എങ്ങനെയാണ്? ലോൺസ് ആർ അഡ്വാൻസ്ഡ് ഓൺലി ഇൻ ദ ഷേപ്പ് ഓഫ് ഓവർ ഡ്രാഫ്റ്റ് ടു ഡെപ്പോസിറ്റേഴ്സ്. ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടാണ് ലോൺസ് നൽകിയിരുന്നത്. പറയുന്നുണ്ട് ഡാനിഷ്. അപ്പൊ ക്രെഡിറ്റ് മൂവ്മെന്റ് ഇത്രയാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ഡാനിഷ് കൺസ്യൂമർ മൂവ്മെന്റ്. കൺസ്യൂമർ മൂവ്മെന്റ് പഠിക്കുവാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഡെൻമാർക്കില. ഡാനിഷ് കൺസ്യൂമർ മൂവ്മെന്റ് ഈസ് ലാർജ്ലി റൂറൽ ഇൻ നേച്ചർ. റൂറൽ, ഗ്രാമീണ മേഖലയിലാണ് കൺസ്യൂമർ മൂവ്മെന്റ് ആരംഭിച്ചത്. അവിടെ ഡെൻമാർക്കിൽ. അതാണ് പറഞ്ഞത്
Danish consumer movement is largely rural in nature, and is closely connected with the agricultural movement. അതായത് agricultural മൂവ്മെന്റിനോട് കൂടി തന്നെ ഒപ്പം പോകുന്ന ഒരു മൂവ്മെന്റ് തന്നെയാണ് ഡെൻമാർക്കിലെ കൺസ്യൂമർ മൂവ്മെന്റ്. അപ്പൊ റൂറൽ മേഖല, അഗ്രികൾച്ചർ റൂറൽ മേഖലയിലെ അതേ മേഖലയിൽ തന്നെയാണ് ഏതും കൺസ്യൂമർ മൂവ്മെന്റും ഡെൻമാർക്കിൽ ആരംഭിച്ചത്. ഓക്കെ, പറയുന്നുണ്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ HC Sohn. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെൻമാർക്കില് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? HC Sohn എന്നും പാസ്റ്റർ സോൺ എന്നൊക്കെ വിളിക്കും. HC Sohn അല്ലെങ്കിൽ പാസ്റ്റർ സോൺ അങ്ങനെയും വിളിക്കും. ഓക്കെ, അദ്ദേഹമാണ് ഡെൻമാർക്കില് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അതെന്താണ്? അതൊരു കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ്. പറയുന്നുണ്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? HC Sohn. ഹി ഈസ് ഓൾസോ നോൺ ആസ്, അങ്ങനെ വിളിക്കും, പ്രൊവിഷൻസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ പ്രീസ്റ്റ് എന്ന പുരോഹിതൻ. ഓക്കെ, പ്രൊവിഷൻസ് പേഴ്സൺ എന്ന് ആര് വിളിക്കും? പേഴ്സൺ അല്ല, പാഴ്സൺ. പ്രൊവിഷൻസ് പേഴ്സൺ എന്ന് ആരെ വിളിക്കുന്നത്? HC Sohn അറിയപ്പെടുന്ന അങ്ങനെയാണ്, പ്രൊവിഷൻസ് പേഴ്സൺ. ഓക്കെ, പ്രൊവിഷൻ പേഴ്സൺ എന്ന് ആരെ വിളിക്കുന്നത്? HC Sohn അല്ലെങ്കിൽ പാസ്റ്റർ സോൺ എന്ന് വിളിക്കും. അദ്ദേഹമാണ് ഡെൻമാർക്കിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചത്. ഓക്കെ, ഹി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. ഡെൻമാർക്കിലെ ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ എവിടെയാണ്, ഏത് വർഷമാണ് അദ്ദേഹം ആരംഭിച്ചത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ഇൻ ഡെൻമാർക്ക് വാസ് ഓൺ, ഏത് വർഷമാണ്? 1 ജാനുവരി 1866. ഇമ്പോർട്ടന്റ് ആണ് ഈ വർഷം. 1 ജാനുവരി 1866 ഡെൻമാർക്കിലെ ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ആരംഭിക്കുന്നു? പ്രൊവിഷൻ പേഴ്സൺ എന്ന് വിളിക്കുന്ന HC Sohn ആരംഭിക്കുന്നു. എവിടെയാണ്? ദാറ്റ് ഈസ്, അതിന്റെ പേര് പറയുന്നുണ്ട്, തിസ്റ്റഡ് വർക്കേഴ്സ് സൊസൈറ്റി. എവിടെയാണ്? തിസ്റ്റഡ് വർക്കേഴ്സ്. അതിന്റെ പേര് ഇതാണ്, തിസ്റ്റഡ് വർക്കേഴ്സ് സൊസൈറ്റി. എങ്ങനെയാ? ഇൻസ്പയർഡ് ബൈ ദ സക്സസ് ഓഫ് റോസ്ഡെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ ഇൻ ഇംഗ്ലണ്ട്. ഡെൻമാർക്കില് ആദ്യമായിട്ട് ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ആരംഭിക്കുന്നത്? ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ HC Sohn. വർഷം ഏതാണ്? 1 ജാനുവരി 1866. ഒരിക്കലും CSCB എക്സാമിന് തെറ്റായിട്ട് ഡെൻമാർക്കിലെ ഫസ്റ്റ് കൺസ്യൂമർ സ്റ്റോർ 1886 എന്ന് പറഞ്ഞു വന്നിരുന്നു. ഓക്കെ, ഇപ്പൊ പല ആൾക്കാരുടെയും വിചാരം അത് ഫസ്റ്റ് കൺസ്യൂമർ സ്റ്റോർ ആണെന്നാണ്. അത് ആൻസർ 1866 ആണ്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. അത് 1886 ഒരു കൺസ്യൂമർ സ്റ്റോറും ഈ പറഞ്ഞ ഡെൻമാർക്കിൽ ആരംഭിച്ചിട്ടില്ല. ഡെൻമാർക്കിലെ ഫസ്റ്റ് കൺസ്യൂമർ സ്റ്റോർ എന്ന് വിളിക്കുന്നത് 1866 തിസ്റ്റഡ് കൺസ്യൂമർ സൊസൈറ്റി ആണ്. ദാറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ആരാണ്? പ്രൊവിഷൻ പേഴ്സൺ ആയിട്ടുള്ള HC Sohn ആണ്, അല്ലെങ്കിൽ പാസ്റ്റർ സോൺ ആണ്. ഓക്കെ, ഏത് മാതൃകയിലാണ് ഈ തിസ്റ്റഡ് വർക്കേഴ്സ് സൊസൈറ്റി ആരംഭിച്ചത്? അല്ലെങ്കിൽ എന്തിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടാണ് തിസ്റ്റഡ് വർക്കേഴ്സ് സൊസൈറ്റി ഈ HC Sohn ആരംഭിച്ചത്? He mostly influenced by the success of Rosedale Pioneer Society in England. ഇംഗ്ലണ്ടിലെ റോസ്ഡെയിൽ പൈനിയർ സൊസൈറ്റിയുടെ വിജയം, ആ വിജയത്തിൽ ആകൃഷ്ടനായിട്ടാണ് HC Sohn അല്ലെങ്കിൽ പാസ്റ്റർ സോൺ ഏതാരംഭിച്ചത്? 1 ജാനുവരി 1866 ഏതാരംഭിച്ചത്? തിസ്റ്റഡ് വർക്കേഴ്സ് സൊസൈറ്റി ആരംഭിച്ചത്. ഓക്കെ, ദെൻ പറയുന്നുണ്ട് ഈ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുവാണ്. The work of the society was carried on strictly in accordance with the principle formulated by Rosedale Pioneers. എന്താണ് പറഞ്ഞത്? റോസ്ഡെയിൽ പൈനിയേഴ്സ് അഡോപ്റ്റ് ചെയ്ത 1860 അഡോപ്റ്റ് ചെയ്തില്ലേ, ആ പ്രിൻസിപ്പിളുകൾ തന്നെയായിരുന്നു ഈ തിസ്റ്റഡ് വർക്കേഴ്സ് സൊസൈറ്റിയുടെയും പ്രവർത്തനത്തിന്റെ ആധാരം. അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിള് മാതൃകയായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ തിസ്റ്റഡ് വർക്കേഴ്സ് സൊസൈറ്റിയും ആര് പ്രവർത്തിപ്പിച്ചത്? HC Sohn പ്രവർത്തിപ്പിച്ചത്. അപ്പം ഈ റോസ്ഡെയിൽ പൈനിയേഴ്സ് മാതൃകയിൽ തന്നെയാണ് ഡെൻമാർക്കിലും കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചത്. കേട്ടോ, അത് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, പറയുന്നുണ്ട് ഓൺ 1 ജാനുവരി 1896, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൺ 1 ജാനുവരി 1896
the retail cooperatives in Denmark. The retail cooperatives in Denmark organized their wholesale society known as എന്താണ് അതിന്റെ പേര് FDB. FDB എന്താണ് FDB എന്ന് പറയുന്നത്? The retail cooperatives in Denmark organized the wholesale society. അപ്പൊ retail cooperative societyയുടെ ഹോൾസെയിൽ സൊസൈറ്റി വിളിക്കുന്ന പേരാണെന്ത്? FDB. അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റി വിളിക്കുന്ന പേരാണെന്ത്? FDB. ഓക്കെ, അപ്പൊ FDB ഏതാ വർഷം ഏതാണ്? 1896. FDB 1896. FDB ആ വർഷമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1896 FDB. ഓക്കെ, then ഫൗണ്ടർ ഓഫ് FDB എന്ന് പറയുന്നത് ആരാണ്? സെവറിൻ ജോർജൻസൺ ആണ്. ആരാണ്? സെവറിൻ ജോർജൻസൺ. സെവറിൻ ജോർജൻസൺ അദ്ദേഹമാണ് FDBയുടെ ഫൗണ്ടർ എന്ന് വിളിക്കുന്ന ആരെയാണ്? സെവറിൻ ജോർജൻസൺ. ജോർജൻസൺ FDBയുടെ ഫൗണ്ടർ സെവറിൻ ജോർജൻസൺ. FDB officially recognized as an apex consumer organization society. ഏത് വർഷമാണ് ഒഫീഷ്യലി അംഗീകരിച്ചത്? 1973 1973 FDBയെ ഒഫീഷ്യലായിട്ട് അപ്പെക്സ് കൺസ്യൂമർ ഓർഗനൈസേഷനിൽ ഡെൻമാർക്ക് ആയിട്ട് അംഗീകരിച്ചത്. 1896 എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ. ദെൻ പറയുന്നുണ്ട് FDB is the Danish wholesale society in Denmark. ഡെൻമാർക്കിലെ ഹോൾസെയിൽ സൊസൈറ്റി ആണ് ഏത്? FDB. റീറ്റെയിൽ സൊസൈറ്റി ഓർഗനൈസ് ചെയ്ത ഹോൾസെയിൽ സൊസൈറ്റി അല്ലെങ്കിൽ റീറ്റെയിൽ സൊസൈറ്റിയുടെ സെൻട്രൽ സൊസൈറ്റി എന്നോ അപ്പെക്സ് സൊസൈറ്റി നമുക്ക് വിളിക്കാം. ഏതിനാ? FDB 1896. അപ്പൊ FDB is the Danish wholesale society in Denmark. Now the name changed to എന്താണ്? കോപ്പറേറ്റീവ് അംബ. കോപ്പറേറ്റീവ് അംബ ഏത് വർഷമാണ്? 2013 FDBയുടെ പേര് എങ്ങനെ ചേഞ്ച് ചെയ്തു? കോപ്പറേറ്റീവ് അംബ എന്ന് ചേഞ്ച് ചെയ്തു 2013. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് അംബ എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് അംബ എന്ന് പറയുന്നത് ആൽബർട്ട്സ്ലൻഡിലാണ്. ആൽബർട്ട്സ്ലൻഡ്. ആൽബർട്ട്സ്ലൻഡ് ദാറ്റ് ഈസ് എവിടെയാണ്? ആൽബർട്ട്സ്ലൻഡ്. ആൽബർട്ട്സ്ലൻഡിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ. കോപ്പ് അംബയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ആൽബർട്ട്സ്ലൻഡിലാണ്. ദാറ്റ് ഈസ് ഇൻ ഡെൻമാർക്ക്. ആൽബർട്ട്സ്ലൻഡിലാണ്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് അംബ ഇൻ ആൽബർട്ട്സ്ലൻഡ് ഡെൻമാർക്കിലാണ്. അവിടെയാണ് കോപ്പ് അംബയുടെ ഹെഡ് ക്വാർട്ടർ. 2013 FDBയുടെ പേര് എന്തായിട്ട് മാറിയത്? കോപ്പ് അംബ എന്ന് ചേഞ്ച് ചെയ്തത് 2013. ഓക്കെ, പ്രസന്റ്ലി കോപ്പ് അംബ ഹാവിംഗ് 2 million members and 3 subsidiaries. നിലവില് കോപ്പ് അംബയ്ക്ക് 2 million മെമ്പേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ 3 സബ്സിഡിയറീസും ഉണ്ട്. 2 million മെമ്പേഴ്സും 3 സബ്സിഡിയറീസും ആർക്കുണ്ട്? കോപ്പ് അംബക്കുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ 3 സബ്സിഡിയറീസ് നോക്കിക്കേ. കോപ്പ് ഡെൻമാർക്ക് ഒരു സബ്സിഡിയറി ഏതാണ്? കോപ്പ് ഡെൻമാർക്ക്. കോപ്പ് ഡെൻമാർക്ക്, കോപ്പ് ഇൻവെസ്റ്റ്, കോപ്പ് ബാങ്ക്. ഇതാണ് 3 സബ്സിഡിയറി ഓഫ് ഏതാണ്? കോപ്പ് അംബ. കോപ്പ് അംബയുടെ 3 സബ്സിഡിയറി ഏതൊക്കെയാണ്? കോപ്പ് ഡെൻമാർക്ക്, കോപ്പ് ഇൻവെസ്റ്റ്, കോപ്പ് ബാങ്ക്. ഇതാണ് 3 സബ്സിഡിയറീസ് ഓഫ് കോപ്പ് അംബ. 2013 FDBയുടെ പേര് എന്തായിട്ട് മാറിയത്? കോപ്പ് അംബ എന്ന് ചേഞ്ച് ചെയ്തത്. പറയുന്നുണ്ട് ഇർമ. ചില ടൈമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പറയുന്നുള്ളൂ. ഇർമ എ സൂപ്പർ മാർക്കറ്റ് ചെയിൻ ഓപ്പറേറ്റഡ് ബൈ കോപ്പ് ഡെൻമാർക്ക്. അപ്പം കോപ്പ് ഡെൻമാർക്കിന് കീഴിലുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിനിന്റെ പേരാണ് ഏത്? ഇർമ. ഇർമ IRMA. ഇർമ എന്താണ്? സൂപ്പർ മാർക്കറ്റ് ചെയിൻ ഓപ്പറേറ്റഡ് ബൈ കോപ്പ് ഡെൻമാർക്ക്. അടുത്തത് ബ്രുക്സൺ. BRUGSEN. ബ്രുക്സൺ, the nondescript brand name of the Coop Amba's retail outlet in Denmark. Coop അംബയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്താണ്? നോൺ ഡിസ്ക്രിപ്റ്റ് ബ്രാൻഡ്. ഏത് ബ്രാൻഡും ആവാം. ആ റീറ്റെയിൽ ഔട്ട്ലെറ്റിന് പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് ഒന്നും ഇല്ല, എല്ലാ ബ്രാൻഡുകളും ഉണ്ട് അതിനകത്ത്. അപ്പൊ ആ ബ്രാൻഡ് നെയിം അതിന്റെ പേരാണ് ഏത്? ബ്രുക്സൺ. ബ്രുക്സൺ ഏതുമായിട്ട് ബന്ധപ്പെട്ട? കോപ്പ് അംബയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വിളിക്കുന്ന പേരാണ് എന്ത്? ബ്രുക്സൺ. ഇർമ എന്താണ്? കോപ്പ് ഡെൻമാർക്ക്, അതായത് കോപ്പ് അംബയുടെ സബ്സിഡിയറി ആയിട്ടുള്ള കോപ്പ് ഡെൻമാർക്കിന്റെ സൂപ്പർ മാർക്കറ്റ് ചെയിൻ ആണ് ഏത്? ഇർമ.
അതുപോലെ തന്നെ ബ്രുക്സൺ എന്താണ്? ദ നോൺ ഡിസ്ക്രിപ്റ്റ് ബ്രാൻഡ് നെയിം ഓഫ് കോപ്പറേറ്റീവ് അംബാസ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്. അതിന്റെ പേരാണ് എന്ത്? ബ്രുക്സൺ. ബ്രുക്സൺ. ഓക്കെ. ദെൻ പറയുന്നുണ്ട് നോർഡിക് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ദ ജോയിന്റ് പർച്ചേസിംഗ് ഏജൻസി ഫോർ ദ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ഡെൻമാർക്ക്. ഇതാണ് നോർഡിക് കോപ്പറേറ്റീവ് യൂണിയൻ. നോർഡിക് കോപ്പറേറ്റീവ് യൂണിയൻ ഓർത്ത് വെച്ചേക്കണം. നോർഡിക് കോപ്പറേറ്റീവ് യൂണിയൻ എന്താണിത്? ഈസ് ദ ജോയിന്റ് പർച്ചേസിംഗ് ഏജൻസി. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് പർച്ചേസ് നടത്തുന്ന കോപ്പറേറ്റീവ് യൂണിയൻ ആണ് ഏത്? നോർഡിക് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ദ ജോയിന്റ് പർച്ചേസിംഗ് ഏജൻസി ഫോർ ദ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ഡെൻമാർക്ക് എന്നാണ് എന്റെ പേര്. നോർഡിക് കോപ്പറേറ്റീവ് യൂണിയൻ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി ഡെൻമാർക്കിന്റെ തലസ്ഥാനം എവിടെയാണ്? കോപ്പൻഹേഗൻ. ഓർത്തു വെച്ചേക്കണം. കോപ്പൻഹേഗനിലാണ് ഡെൻമാർക്കിന്റെ തലസ്ഥാനം. കേട്ടോ, അത് ഓർത്തു വെച്ചേക്കണം. ഓക്കെ. പറയുന്നുണ്ട് ഇനി ഡയറി സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുവാണ്. നമ്മൾ കൺസ്യൂമർ കഴിഞ്ഞു, ആദ്യം ക്രെഡിറ്റ് പറഞ്ഞു, രണ്ടാമത് കൺസ്യൂമർ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ഡയറി സൊസൈറ്റിയെ കുറിച്ചാണ്. നോക്കിക്കേ. The process of separation of cream from milk applying scientific method introduced by a Danish engineer ആരാണ്? LC നീൽസൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. LC നീൽസൺ 1878 വർഷം ഏതാണ്? 1878. അതായത് പാലിൽ നിന്നും സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ക്രീം സെപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കണ്ടുപിടുത്തം, ഒരു പ്രോസസ് ആരാ നടത്തിയത്? ഡാനിഷ് എഞ്ചിനീയർ ആയിട്ടുള്ള LC നീൽസൺ. ഏത് വർഷം? 1878. PSC നെൽസൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെൽസൺ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരെങ്ങനെയാണ്? NIELSEN. നീൽസൺ. ഏത് വർഷമാണ്? 1878. ക്രീം സെപ്പറേഷൻ മിഷൻ ഇൻവെന്റഡ് ബൈ ഡാനിഷ് എഞ്ചിനീയർ LC നീൽസൺ. വർഷം ഏതാണ്? 1878. അതിന്റെ അടിസ്ഥാനത്തില് ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡയറി ആരംഭിച്ചു? ഇനീഷ്യേറ്റഡ് ബൈ സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ. സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ ആദ്യത്തെ കോപ്പറേറ്റീവ് ഡയറി, ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡയറി ആരംഭിച്ചു? സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ ആരംഭിച്ചു. ഏത് വർഷം? 1882. എവിടെയാണ്? ഇൻ ജെഡിംഗ്. ജെഡിംഗ് അറ്റ് ദ ഡിസ്ട്രിക്ട് ഓഫ് ജെറ്റ്ലാൻഡ്. ജെറ്റ്ലാൻഡ് ജില്ലയിലെ ജെഡിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യത്തെ കോപ്പറേറ്റീവ് ഡയറി 1882 ആരംഭിച്ചു? സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ. സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ അദ്ദേഹം ആരംഭിച്ചു. പൊതുവെ നമ്മള് ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചത് 1882 മുതൽ എന്നാ പറയുന്നത്. 1882 മുതൽ. 1882 ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡയറി എന്ത് ചെയ്തത്? ഇനീഷ്യേറ്റ് ചെയ്തത്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഡയറി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിക്കുന്നതാണ് ഏത് വർഷം മുതൽ? 1882 മുതൽ. കേട്ടോ, ഡയറി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് 1882 മുതൽ ഡെൻമാർക്കിൽ ആരംഭിക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഇനീഷ്യേറ്റഡ് ബൈ ആരാണ്? സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ. എവിടെയാണ് ആദ്യത്തെ കോപ്പറേറ്റീവ് ഡയറി ആരംഭിക്കുന്നത്? ജെഡിംഗിലാണ്. അറ്റ് ദ ഡിസ്ട്രിക്ട് ഓഫ് ജെറ്റ്ലാൻഡ് അല്ലെങ്കിൽ അറ്റ് ദ വില്ലേജ് ഓഫ് ജെറ്റ്ലാൻഡ്. അവിടെയാണ് ഈ ആദ്യത്തെ കോപ്പറേറ്റീവ് ഡയറി സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ ആരംഭിക്കുന്നത് 1882. പറയുന്നുണ്ട് സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ ഈസ് പ്രോ-ഫൗണ്ടർ ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ഡെൻമാർക്ക്. ഡയറി കോപ്പറേറ്റീവ്സിന്റെ സ്ഥാപകൻ ആരാണ് ഡെൻമാർക്കിൽ എന്ന് ചോദിച്ചാൽ ആരാണ്? സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ ആണ്. ഈസ് നോൺ ആസ് ദ പ്രോ-ഫൗണ്ടർ ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ഡെൻമാർക്ക്. ദ പ്രോ-ഫൗണ്ടർ ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ഡെൻമാർക്ക് ആരാണ്? സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ. അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കുന്നത് സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ. ഓക്കെ. ഇനി നമ്മുടെ എക്സാം ചോദിച്ചത് ക്രീമറീസ്. ക്രീമറീസും ഉണ്ട്, സ്കിമ്മറീസും ഉണ്ട്. അതിൽ ക്രീമറീസ് ഡെൻമാർക്കിലും സ്കിമ്മറീസ് എവിടെയാണ്? അയർലൻഡിലുമാണ്. അങ്ങനെ ഓർത്തു വെച്ചേക്കണം കേട്ടോ. സ്കിമ്മറീസ് അയർലൻഡിലാണ്, ക്രീമറീസ് ഡെൻമാർക്കിലാണ്. അപ്പൊ ഈ ക്രീമറീസ് ഏത് രാജ്യത്താണ്? ക്രീമറീസ് ഏത് രാജ്യത്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ that was established at എവിടെയാണ്? ഡെൻമാർക്കിലാണ്. Creameries are established at Denmark. പറയുന്നുണ്ട് ഈ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ക്രീമറി പറയുന്നുണ്ട്. എന്താണ് ഈ കോപ്പറേറ്റീവ് ക്രീമറീസിന്റെ ഫീച്ചേഴ്സ്? ഡെൻമാർക്കിൽ ആരംഭിച്ചിട്ടുള്ള
കോപ്പറേറ്റീവ് ക്രീമറീസിന്റെ അല്ലെങ്കിൽ മിൽക്ക് സൊസൈറ്റി നമുക്ക് പറയാം. ഇവരാണ് മിൽക്ക് കളക്ട് ചെയ്യുന്നത്. ക്രീമറീസ് കളക്ട് മിൽക്ക് ഫ്രം ദ മെമ്പേഴ്സ്, അവർ തന്നെയാണ്, ക്രീമറീസ് ആണ്. അപ്പൊ ഈ കോപ്പറേറ്റീവ് ക്രീമറീസിന്റെ അല്ലെങ്കിൽ മിൽക്ക് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ഓൾ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ്. ആർക്കാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ക്രീമറീസില്? ഓപ്പൺ ടു ഓൾ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് എനി ക്യാഷ് ബൈ വേ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓർ എൻട്രൻസ് ഫീ. ഒരു ക്യാഷ് ആയിട്ട് ഷെയർ ക്യാപിറ്റലിലേക്കോ എൻട്രൻസ് ഫീയിലേക്കോ കോൺട്രിബ്യൂഷൻ ഒന്നും നൽകണ്ട. മെമ്പർഷിപ്പ് ആർക്ക് കൊടുക്കുന്നത്? ഓൾ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. രണ്ടാമത്തെ കോപ്പറേറ്റീവ് ക്രീമറീസ് ഇൻ ഡെൻമാർക്കിന്റെ ഫീച്ചർ എന്താണ്? ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് അൺലിമിറ്റഡ്. ലയബിലിറ്റി എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണ് മെമ്പേഴ്സിന്റെ ലയബിലിറ്റി, അൺലിമിറ്റഡ് ആണ്. 3, the working capital is raised through loans on joint and several responsibility of members. ഈ സംഘങ്ങൾക്ക് പ്രവർത്തിക്കാൻ, ക്രീമറിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തന മൂലധനം എങ്ങനെയാ സമാഹരിക്കുന്നത്? റൈസ്ഡ് ത്രൂ ലോൺ ആണ്, ലോണിലൂടെയാണ് സമാഹരിക്കുന്നത്. ആരാണ് ലോണിന്റെ ജാമ്യക്കാരെന്ന് പറയുന്നത്? ജോയിന്റ് ആൻഡ് സെവറൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ആര് തന്നെയാണ്? മെമ്പേഴ്സ് തന്നെയാണ് ഈ ലോണിന്റെ ജാമ്യം. ലോൺ എടുക്കുന്നത് മെമ്പേഴ്സിന് ജാമ്യം വെച്ചുകൊണ്ടാണ്. അപ്പൊ ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ്, അത് വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്രീമറീസിന്റെ പ്രവർത്തനം. പറയുന്നുണ്ട് 4 പറയുന്നുണ്ട്, members are required to deliver to the dairy all the milk produced after providing for consumption of the member and his family. അതായത് ക്രീമറീസിലെ അംഗങ്ങൾക്കും അവരുടെ കുടുംബത്തിനും ഉപയോഗിക്കാനുള്ള പാല് എടുത്തതിന് ശേഷം ബാക്കിയുള്ള പാല് എവിടെ കൊടുക്കണം? ക്രീമറീസിൽ നൽകണം. Members are required to deliver to the dairy all the milk produced after providing for consumption of the member and his family. Then പറയുന്നുണ്ട്, payment of the value of the milk will be made to the members according to the weight, the fat content and the hygienic standard of the milk. പാലിന്റെ വില എങ്ങനെയാ കൊടുക്കുന്നത്? made to the members according to the weight, അളവ്, തൂക്കം, the fat, കൊഴുപ്പ് കണ്ടന്റ്, കൊഴുപ്പ്, അതുപോലെ തന്നെ വൃത്തി, ഹൈജീനിക് സ്റ്റാൻഡേർഡ്, ഇത് മൂന്നും നോക്കിയിട്ടാണ് പാലിന് എന്ത് കൊടുക്കുന്നത്? വില കൊടുക്കുന്നത്. എന്തൊക്കെ നോക്കും? അളവ് നോക്കും, ഫാറ്റ് കണ്ടന്റ് നോക്കും, അതുപോലെ തന്നെ ഹൈജീനിക് സ്റ്റാൻഡേർഡ് നോക്കും. ഇത് നോക്കിയിട്ടാണ് പാലിന്റെ വില നിശ്ചയിക്കുന്നത്. പറയുന്നുണ്ട്, the area of operation of the dairy will be small. ഡയറിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ചെറിയ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ്. ഒരു വില്ലേജ് ഒക്കെ ആയിരിക്കും, ചെറിയൊരു ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ്. Day-to-day administration of the dairy vested in a committee elected by the general body, which is the supreme authority in all matters connected with the administration. Day-to-day administration ആർക്കാണ്? നമുക്ക് നമ്മുടെ ഇത് ഇപ്പോഴത്തെ സംവിധാനം പോലെ തന്നെയാണ്, ജനറൽ ബോഡിക്കാണ്. അവരാണ് സുപ്രീം അതോറിറ്റി. ഓക്കെ, അപ്പൊ അവർ ജനറൽ ബോഡി ഇലക്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഡേ-ടു-ഡേ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. ഡേ-ടു-ഡേ അഡ്മിനിസ്ട്രേഷൻ ആരുടെയാണ്? വെസ്റ്റഡ് ഇൻ എ കമ്മിറ്റി ഇലക്ടഡ് ബൈ ദ ജനറൽ ബോഡി. Then അടുത്ത് പറയുന്നുണ്ട്, every member has only one vote in the general body. എല്ലാ അംഗങ്ങൾക്ക് എത്ര വോട്ടേ ഉള്ളൂ? every member has only one vote, ഒറ്റ വോട്ടേ ഉള്ളൂ. one man one vote തന്നെയാണ്. ഇതാണ് ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് ക്രീമറീസിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഓക്കെ, പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് ഡയറീസ് ഇൻ ഡെൻമാർക്ക് ഹാഡ് എ ഫെഡറൽ സ്ട്രക്ചർ. എന്താണ്? കോപ്പറേറ്റീവ് ഡയറീസ് ഇൻ ഡെൻമാർക്ക് ഹാഡ് എ ഫെഡറൽ സ്ട്രക്ചർ. ഒരു ഫെഡറൽ സംവിധാനമാണ് ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് ഡയറീസിനുള്ളത്. ഒരു ഫെഡറൽ സംവിധാനമാണുള്ളത്. പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് ഡയറീസ് അറ്റ് ദ പ്രൈമറി ലെവൽ, പ്രാഥമിക തലത്തിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് ഡയറീസ് ആർ ഫെഡറേറ്റഡ് ഇൻടു 24 റീജിയണൽ ഡയറി അസോസിയേഷൻ. എത്ര അസോസിയേഷൻ ഉണ്ട്? 24 റീജിയണൽ ഡയറി അസോസിയേഷനിൽ ഫെഡറൽ പ്രൈമറി സൊസൈറ്റിയിൽ എന്ത് ചെയ്യും? ഫെഡറേറ്റ് ചെയ്യും. റീജിയണൽ അസോസിയേഷൻ ഫെഡറേറ്റഡ് ഇൻടു 3 പ്രൊവിൻഷ്യൽ അസോസിയേഷൻ. റീജിയണൽ അസോസിയേഷൻ ഇവിടെ ഫെഡറേറ്റ് ചെയ്തിട്ടുണ്ട്, 3 പ്രൊവിൻഷ്യൽ അസോസിയേഷൻ ഫെഡറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 പ്രൊവിൻഷ്യൽ അസോസിയേഷൻ ടുഗദർ ഫോം ഏതാണ്? നാഷണൽ ഫെഡറേഷൻ ഓഫ് ഡാനിഷ് ക്രീമറീസ്
ഓർ നാഷണൽ ഡയറി അസോസിയേഷൻ. ഓക്കെ, അപ്പൊ ഈ 3 പ്രൊവിൻഷ്യൽ അസോസിയേഷൻ ചേർന്നതാണ് ഏത്? നാഷണൽ ഫെഡറേഷൻ ഓഫ് ഡാനിഷ് ക്രീമറീസ് അല്ലെങ്കിൽ നാഷണൽ ഡയറി അസോസിയേഷൻ. പറയുന്നുണ്ട് ഡയറി സൊസൈറ്റീസ് ഓർഗനൈസ്ഡ് ദെയർ ഫെഡറേഷൻ ഓഫ് ഡാനിഷ് ഡയറി അസോസിയേഷൻ. ഏത് വർഷമാണ്? 1912. ഏത് വർഷമാണ് ഡാനിഷ് ഡയറി അസോസിയേഷൻ? 1912, 1912. അപ്പൊ ഇതാണ് ഈ ഡയറി അസോസിയേഷന്റെ ഘടന. ഒരു ഫെഡറൽ സംവിധാനമാണ് എവിടെയുള്ളത്? ഡെൻമാർക്കില്. റീജിയണൽ അസോസിയേഷൻ 24 പ്രൈമറി ലെവൽ ഡയറീസ് 24 റീജിയണൽ ഡയറി അസോസിയേഷൻ ഫെഡറേറ്റ് ചെയ്യുന്നുണ്ട്. 24 റീജിയണൽ ഫെഡറേഷൻസ് എവിടെയാണ്? 3 പ്രൊവിൻഷ്യൽ അസോസിയേഷൻ അവർ ഒരുമിച്ച് എന്ത് ഫോം ചെയ്തു? നാഷണൽ ഫെഡറേഷൻ ഓഫ് ഡയറി ഡാനിഷ് ക്രീമറീസ് അല്ലെങ്കിൽ നാഷണൽ ഡയറി അസോസിയേഷൻ ഫോം ചെയ്തു. അപ്പൊ അതാണ് നാഷണൽ ഡയറി അസോസിയേഷൻ ആണ് അപ്പെക്സ് അസോസിയേഷൻ. ഓക്കെ, ഇനി ഡെൻമാർക്കില് പറയുന്ന മറ്റൊരു പോയിന്റ് ആണ് ലൂർ ബ്രാൻഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ലൂർ ബ്രാൻഡ്. എന്താണ് ലൂർ ബ്രാൻഡ്? ആ ഒരു പോയിന്റ് ലൂർ ബ്രാൻഡ് എന്താണ് പറയുന്നുണ്ട്. ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ ക്ഷീര സംഘങ്ങള് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആർ സോൾഡ് അണ്ടർ ദ ബ്രാൻഡ് ട്രേഡ് നെയിം ലൂർ ബ്രാൻഡ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്? ഡയറി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങള് വിറ്റഴിക്കുന്ന ബ്രാൻഡ് നെയിം ആണ് ഏത്? ലൂർ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഒരു ട്രേഡ് നെയിം ആണ്. ഇറ്റ്സ് എ മാർക്ക് ഓഫ് ക്വാളിറ്റി. ലൂർ ബ്രാൻഡ് ഇതൊരു ട്രേഡ് നെയിം ആണ്. ഓക്കെ, ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1903. 1903 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1903. ചില ടെക്സ്റ്റുകളിലായിട്ട് 1901 പറയുന്നുണ്ട്. അതിലെ കോപ്പറേഷൻ തിയറി പ്രാക്ടീസ് RD ബേദിയുടെ ടെക്സ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ടെക്സ്റ്റില് കോപ്പറേറ്റീവ് തിയറി പ്രാക്ടീസിനെ കുറിച്ച് പറയുന്ന ആ ടെക്സ്റ്റില് ഫോറിൻ കോപ്പറേഷനകത്ത് പറയുന്ന ഒരു വർഷം 1903 ലൂർ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1903 ഡെൻമാർക്ക് ഇൻട്രൊഡ്യൂസ് വർഷം ഏതാണ്? 1903 അണ്ടർ എ സ്പെഷ്യൽ ലോ വിച്ച് ആക്ട് ആസ് എ ലീഗൽ ട്രേഡ് മാർക്ക് ഓഫ് ബട്ടർ. ബട്ടറിന്റെ ഡയറി പ്രോഡക്റ്റ് ആയിട്ടുള്ള ബട്ടറിന്റെ ഒരു ലീഗൽ ട്രേഡ് മാർക്ക് ഒരു പ്രത്യേക നിയമപ്രകാരം നൽകി 1903. അതിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത്? ലൂർ ബ്രാൻഡ് എന്ന് വിളിക്കുന്നത്. ലൂർ ബ്രാൻഡ്. ഓക്കെ, ഇൻ 1911 the Lur brand became a quality brand for export of butter from Denmark. ഇപ്പൊ ഡെൻമാർക്കിൽ നിന്നും ബട്ടർ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ലൂർ ബ്രാൻഡ് ഒരു ക്വാളിറ്റി ബ്രാൻഡ് ആയിട്ട് മാറി. ഏത് വർഷം? 1911. ടുഡേ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ലൂർ പാക്ക് എന്ന് വിളിക്കും. ലൂർ പാക്ക്, എ പ്രീമിയം ബട്ടർ ബ്രാൻഡ് ഫ്രം ഡെൻമാർക്ക്. ഡെൻമാർക്കിൽ നിന്നുള്ള ഒരു പ്രീമിയം ബട്ടർ ബ്രാൻഡ് ആണ് ഏത്? ലൂർ പാക്ക്. ഇപ്പോൾ ലൂർ പാക്ക് എന്ന് പറയും. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്തായിരുന്നു? ലൂർ ബ്രാൻഡ് ആണ്. ഇറ്റ് ഈസ് എ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മാർക്ക് ഓഫ് ക്വാളിറ്റി. അതാണ് ഏത്? ലൂർ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഡെൻമാർക്കിലെ ഡയറീസ് പ്രോഡക്ട്സുകളിലെ എന്താ പറയുക, ഒരു മാർക്ക്, ഒരു സ്റ്റാൻഡേർഡിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത്? ലൂർ ബ്രാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം ലൂർ ബ്രാൻഡും അതേപോലെ തന്നെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഘടനയൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തൊരു മേഖലയിലേക്ക് വരുന്നത് ഏതാണ്? ബേക്കൺ ഇൻഡസ്ട്രി ആണ്. അപ്പൊ ക്രെഡിറ്റ് സൊസൈറ്റി ആയി ഡെൻമാർക്കില്, അതുപോലെ തന്നെ കൺസ്യൂമർ സൊസൈറ്റി ആയി, ഡയറി സൊസൈറ്റി ആയി. ഇനി ഡെൻമാർക്ക് വിജയം കൈവരിച്ച മറ്റൊരു മേഖലയാണ് ഏത്? ബേക്കൺ ഇൻഡസ്ട്രി. ബേക്കൺ ഇൻഡസ്ട്രി, ബേക്കൺ അതായത് സർപ്ലസ് വരുന്ന മിൽക്ക്, ആ മിൽക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിഗറി, പന്നി വളർത്തൽ എവിടെ ആരംഭിച്ചു? ഡെൻമാർക്കിൽ. അപ്പൊ ഈ പന്നികളെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? സ്ലോട്ടറിങ്ങിന് വേണ്ടിയിട്ട്, അറക്കാൻ വേണ്ടിയിട്ടാണ്. അത് പന്നികളെ അറവുശാലയിൽ അതിനെ കശാപ്പ് ചെയ്ത് അത് മാംസത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രി വിളിക്കുന്ന പേരാണെന്ത്? ബേക്കൺ ഇൻഡസ്ട്രി. ആ ബേക്കൺ ഇൻഡസ്ട്രി ആരംഭിച്ച വർഷം ഡെൻമാർക്കിലെ 1887 1887. ഓക്കെ, എവിടെയാണ്? അറ്റ് ഹോൾസൺസ് ഇൻ ജെറ്റ്ലാൻഡ്. ജെറ്റ്ലാൻഡിലെ ഹോൾസൺസിലാണ് 1887 ബേക്കൺ ഇൻഡസ്ട്രി ഡെൻമാർക്കിൽ ആരംഭിച്ചത്.
ഡാനിഷ് ബേക്കൺ കമ്പനി ലിമിറ്റഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ ഇംഗ്ലണ്ടിലാണ്. ഡാനിഷ് ബേക്കൺ കമ്പനി ലിമിറ്റഡ് സിറ്റുവേറ്റഡ് ഇൻ എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഡാനിഷ് ബേക്കൺ കമ്പനി ലിമിറ്റഡ് അത് ഇംഗ്ലണ്ടിലാണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ബേക്കൺ ഇൻഡസ്ട്രി ഇംഗ്ലണ്ടിൽ ഡെൻമാർക്കിൽ ആരംഭിച്ച വർഷം ഏതാണ്? 1887 എവിടെയാണ്? അറ്റ് ഹോഴ്സൺസ് ഇൻ ജെറ്റ്ലാൻഡ്. ഹോഴ്സൺസ് ഇൻ ജെറ്റ്ലാൻഡിലാണ് ഏത് ആരംഭിച്ചത്? ഫസ്റ്റ് കോപ്പറേറ്റീവ് ബേക്കൺ ഇൻഡസ്ട്രി ഡെൻമാർക്കിൽ ആരംഭിച്ചത്. ഓക്കെ, ദെൻ അടുത്തത് പോൾട്രി. നമ്മൾ പറഞ്ഞല്ലോ കോഴി വളർത്തൽ, അതായത് ഈ അഗ്രികൾച്ചറിന്റെ അലൈഡ് ഒക്യുപ്പേഷൻസ് ആണ് ഇതൊക്കെ. ഡയറി, നമുക്ക് ഈ പറഞ്ഞില്ലേ എന്താ പറഞ്ഞ കൃഷിയാണെങ്കിൽ അതിൽ പിന്നെ മിച്ചം വരുന്ന വൈക്കോൽ ആർക്ക് കൊടുക്കാം? കന്നുകാലികൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ മിച്ചം വരുന്ന ധാന്യങ്ങൾ ആർക്ക് കൊടുക്കാം? ഈ കോഴിക്ക് കൊടുക്കാം. മിച്ചം വരുന്ന പാല്, ഡയറിയുടെ ഭാഗമായിട്ട് മിച്ചം വരുന്ന പാല് ആർക്ക് കൊടുക്കാം? പിഗറിക്ക് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ അനുബന്ധമാണ്. അപ്പൊ അങ്ങനെ പോൾട്രി ഇൻഡസ്ട്രിയും ഒരു ഫ്ലറിഷ്ഡ് ഫോം ഓഫ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് ആണ് എവിടെ? ഡെൻമാർക്കില്. അപ്പൊ കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ, അതിനെ വിളിക്കുന്ന പേര് ഡാഗ് എന്നാണ്. കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ, കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ ഇൻ ഡെൻമാർക്കിൽ വിളിക്കുന്ന പേരെന്താണ്? ഡാഗ്. ഡാഗ്, കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ. ഏത് വർഷമാണ് ആരംഭിച്ച വർഷം? ഇൻ 1895 ആണ്. കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ വാസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇയർ 1895. എവിടെയാണ്? ഡെൻമാർക്ക്. എങ്ങനെ അറിയപ്പെടും? ഡാഗ് എന്ന് വിളിക്കും, എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ. Okay, it introduced the system of grading and stamping of eggs. അതായത് മുട്ടകളെ തരംതിരിക്കാനും അതിനൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഈ ഡാഗ് 1895. ഡാഗ് FDB ഏത് വർഷമാണ്? 1896. ഈ വർഷം ഓർത്തു വെച്ചേക്കണം. ഓക്കെ, ഇൻ ഡെൻമാർക്ക് സെയിൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് എഗ് വാസ് എഫക്റ്റഡ് ത്രൂ എ സെൻട്രൽ സൊസൈറ്റി. നമ്മൾ പഠിച്ചില്ലേ 1895 ആരംഭിച്ച സെൻട്രൽ സൊസൈറ്റി വഴിയാണ് മുട്ടയുടെ വിൽപ്പനയും വിപണനവും നടത്തിയിരുന്നത്. ആ സെൻട്രൽ സൊസൈറ്റി വിളിക്കുന്ന പേരാണെന്ത്? ഡാഗ്. വളരെ ഇമ്പോർട്ടന്റ്, ഡാഗ്, DAAG, ഡാഗ്. എന്താണ് ഡാഗ്? ഇൻ ഡെൻമാർക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് എഗ് വാസ് എഫക്റ്റഡ് ത്രൂ എ സെൻട്രൽ സൊസൈറ്റി. ആ സെൻട്രൽ സൊസൈറ്റി വിളിക്കുന്ന പേരാണെന്ത്? ഡാഗ് എന്ന് വിളിക്കും. ഏതാ വർഷം? 1895. ഓക്കെ, പേയ്മെന്റ് വാസ് മെയ്ഡ് ടു ദ പോൾട്രി ഫാർമേഴ്സ് അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റി ഓഫ് ദെയർ എഗ്സ്. ഈ കോഴി വളർത്തുന്ന കൃഷിക്കാർക്ക് വില എങ്ങനെ കൊടുത്തിരുന്നത്? ആ മുട്ടയുടെ ഗുണമേന്മ നോക്കിയിട്ടാണ്, ക്വാളിറ്റി നോക്കിയിട്ടാണ് എന്ത് കൊടുത്തിരുന്നത്? വില നൽകിയിരുന്നത്. ക്വാളിറ്റി ഓഫ് ദ എഗ്സ് അനുസരിച്ചാണ് വില നൽകിയിരുന്നത്. ഓക്കെ, അതാണ് ഏത് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്? ഏതാണ്? പോൾട്രി സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ ഡാഗിനെ കുറിച്ചാണ്. ഡാഗ് 1895. ഇനി ഡെൻമാർക്കിൽ വിജയം കണ്ട മറ്റൊരു സൊസൈറ്റിയാണ് ഏത്? ഇൻഷുറൻസ് സൊസൈറ്റി. ഇൻഷുറൻസ് സൊസൈറ്റി പറയുന്നുണ്ട്, ഇൻ ഡെൻമാർക്ക് the workers undertake an insurance society called Alka. Alka important ആണ്. അൽക്ക ഏത് രാജ്യത്തെ ഇൻഷുറൻസ് സൊസൈറ്റി ആണ്? ഏതാണ്? അൽക്ക ഏത് രാജ്യമാണ്? ഡെൻമാർക്ക് ആണ്. ഓൾട്ടേവോ ഫുഡ്സ്റേജ് എവിടെയാണ്? ജർമ്മനി ആണ്. കോയിൻസ് എവിടെയാണ്? ഇന്ത്യ, കേരളമാണ്. സാമർബെറ്റ് ഫോൾക്കറ്റ് എവിടെയാണ്? അത് സ്വീഡൻ ആണ്. ഇതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ ഓക്കെ, ഈ അൽക്കയുടെ ഒരു ഒറിജിൻ കൂടെ പറയുന്നുണ്ട്. Alka was established on 1944. 1944 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1944 through the merger of Workers Life Insurance founded in 1903. 1903 ആരംഭിച്ച വർക്കേഴ്സ് ലൈഫ് ഇൻഷുറൻസും അതേപോലെ തന്നെ 1929 ആരംഭിച്ച ഡാനിഷ് കോപ്പറേറ്റീവ് അഷുറൻസും 1944 മെർജ് ചെയ്താണ് ഏത് രൂപീകരിക്കുന്നത്? അൽക്ക. ഓക്കെ, ഏതൊക്കെ ചേർന്നാണ്? വർക്കേഴ്സ് ലൈഫ് ഇൻഷുറൻസ് ഫൗണ്ടഡ് ഇൻ 1903, ഡാനിഷ് കോപ്പറേറ്റീവ് അഷുറൻസ് ഫൗണ്ടഡ് ഇൻ 1929. ഇവ രണ്ടും 1944 മെർജ് ചെയ്താണ് ഏത് രൂപീകരിക്കുന്നത്? അൽക്ക. പറയുന്നുണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് അൽക്ക ഈസ് ഇൻ ടാസ്ട്രൂപ്പ്. എവിടെയാണ്? കോപ്പൻഹേഗൻ. ഡെൻമാർക്കിന്റെ തലസ്ഥാനം എവിടെയാണ്? കോപ്പൻഹേഗനിലാണ്. കോപ്പൻഹേഗൻ ഡെൻമാർക്കിന്റെ
ക്യാപിറ്റൽ എവിടെയാണ്? കോപ്പൻഹേഗൻ. ഓർത്ത് വെച്ചേക്കണം. ആ കോപ്പൻഹേഗിലാണ് അൽക്കയുടെ എന്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് അൽക്ക എവിടെയാണ്? ഇൻ ടാസ്ട്രൂപ്പ്. ദാറ്റ് ഈസ് ഇൻ കോപ്പൻഹേഗനിലാണ്. ഓക്കെ. ദെൻ അതേപോലെ ഡെൻമാർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് കാറ്റിൽ ബ്രീഡിംഗ് സൊസൈറ്റീസ് ഓഫ് ഡെൻമാർക്കിനെ വിളിക്കുന്ന പേരെന്താണ്? ബുൾ ക്ലബ്ബ്. അപ്പം യങ് ഫാർമേഴ്സ് സൊസൈറ്റി, ബുൾ ക്ലബ്ബ്, ഇതൊക്കെ ഏതാണ് രാജ്യം? ഡെൻമാർക്ക് ആണ്. കാറ്റിൽ ബ്രീഡിംഗ് സൊസൈറ്റീസ് ഓഫ് ഡെൻമാർക്കിനെ വിളിക്കുന്ന പേരെന്താണ്? ബുൾ ക്ലബ്ബ് എന്ന് വിളിക്കും. ബുൾ ക്ലബ്ബ്. ഓക്കെ. ഇനി ഡെൻമാർക്കിലെ പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ്സിന്റെ പേരൊന്ന് ഓർത്തിയേക്കണം. ദ ഫേമസ് കോപ്പറേറ്റീവ്സ് ഫ്രം ഡെൻമാർക്ക് എന്ന് പറയുന്നത് HC സോൺ നമ്മൾ പഠിച്ചു, പ്രൗഷൻ പാഴ്സൺ നമ്മൾ പഠിച്ചു, NFS ഗ്രൺവിക് ഫോൾക്ക് ഹൈസ്കൂൾ പഠിച്ചു, LC നീൽസൺ ക്രീം സെപ്പറേഷൻ മെഷീൻ നമ്മൾ പഠിച്ചു, ഡോക്ടർ ഉൾക്രിക് ഹു സ്പ്രെഡ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻ എവിടെയാണ്? ഡെൻമാർക്ക്. ദെൻ സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡയറി ആരംഭിച്ച വ്യക്തി. ഇവരൊക്കെയാണ് ഡെൻമാർക്കിലെ പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ്സ്. അതേപോലെ പറയുന്നുണ്ട് എ സിസ്റ്റം ഓഫ് ഡെഫേർഡ് ഡിവിഡൻഡ്. ഏത് രാജ്യത്താണ് ഫോളോ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഫോളോഡ് ബൈ ഡാനിഷ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അതെന്താണ് ഡെഫേർഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ചോദിച്ചാൽ ആനുവൽ റീറ്റൻഷൻ ഓഫ് മേജർ പാർട്ട് ഓഫ് പാട്രണേജ് ഡിവിഡൻഡ് പേയബിൾ ടു ദ മെമ്പർ. അതായത് പാട്രണേജ് ഡിവിഡൻഡ് കൊടുക്കാതെ അത് കൈവശം സൂക്ഷിച്ചുകൊണ്ട് ഫണ്ട് ബിൽഡ് ചെയ്യുന്ന ഒരു സംവിധാനം. ഈ സംഘങ്ങൾക്ക് വേണ്ട ഫണ്ട് രൂപീകരിക്കുന്ന ഒരു സംവിധാനത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഡെഫേർഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. എന്താണ് ഡെഫേർഡ് ഡിവിഡൻഡ്? അത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഫോളോഡ് ഇൻ ഡെൻമാർക്ക് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് പറയാനുള്ളത്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട എന്താണ് പറയുന്നത്, ടോർച്ച് ബെയറേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു രാജ്യമാണ് ഏത്? ഡെൻമാർക്ക്. അവരെ വെറുതെ അല്ല ടോർച്ച് ബെയറേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികാട്ടി തന്നെയാണ്, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ലോക രാജ്യങ്ങൾക്ക് വഴികാട്ടി നൽകിയ ഒരു രാജ്യം തന്നെയാണ് ഏത്? ഡെൻമാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ദ കോപ്പറേറ്റീവ് ഡെൻമാർക്ക് എന്ന് രാജ്യത്തെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു രാജ്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.